tell a small story. One day the hungry fox came to the vineyard. He saw bunches of grapes hanging high on the vines. His mouth started watering. He stretched high out his head to reach the grapes, but he found them rather too high. So he jumped to get at them. Even then he could not reach them. He jumped again and again till he was completely tired. At last he gave up, left the place. He was here saying, "The grapes are sour. Who wants the sour grapes?" Dear friends, accept defeat sportingly. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ഞാൻ ഇന്നിവിടെ ഒരു കഥ പറയാൻ പോവുകയാ. കഥയുടെ പേര് കൂണിന്റെ അടിയിൽ. അങ്ങ് കിങ്ങിണിക്കാട്ടിൽ ഒരു ദിവസം ഒരു വലിയ മഴ പെയ്തു. ആ മഴയിൽ കുഞ്ഞനുറുമ്പ് അകപ്പെട്ടുപോയി. അവൻ ഇങ്ങനെ ആലോചിക്കുക, മഴ നനയാതെ ഞാൻ എവിടെയായിരിക്കാൻ ആലോചിച്ചുകൊണ്ട് അതിന് പറ്റിയൊരു സ്ഥലം അവൻ ചുറ്റും നോക്കുകയാണ്. അതാ അപ്പോൾ അവന്റെ മുന്നിൽ ഒരു കുഞ്ഞി കൂണ് കണ്ടു. അവൻ ആ കുഞ്ഞിക്കൂണിന്റെ അടുത്തേക്ക് ഓടി ചെന്നു. പക്ഷേ അവനിരിക്കാൻ പോലും അവിടെ സ്ഥലം കഷ്ടിയായിരുന്നു. എങ്കിലും തിങ്ങി അവൻ അവിടെ ഇരുന്നു. അങ്ങനെ അവൻ മാനത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ മഴ കുറയുന്നോ എന്നിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷേ മഴ കുറയുകയല്ല ചെയ്തത്, മഴ പിന്നെയും ശക്തിപ്പെടുകയായിരുന്നു ചെയ്തത്. അങ്ങനെ അവൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതാ മുന്നിലൂടെ ഒരു ചിത്രശലഭം ഇങ്ങനെ നിരഞ്ഞിഴഞ്ഞു വരുന്നു. ആ ചിത്രശലഭം കുഞ്ഞനുറുമ്പിനോട് ചോദിച്ചു, കുഞ്ഞനുറുമ്പേ ഞാനും കൂടി ആ കൂണിനടിയിൽ വന്നോട്ടെ? പുറത്ത് നല്ല മഴയാ, എന്റെ ചിറകുകളെല്ലാം നനഞ്ഞു. ഞാനും കൂടി അതിനുള്ളിൽ വന്നോട്ടെ? എനിക്ക് പറക്കാനൊന്നും കഴിയുന്നില്ല. നീ വന്നോളൂ, പക്ഷേ എനിക്ക് കുഴപ്പമില്ല, നീ വന്നോളൂ. അങ്ങനെ അവര് രണ്ടുപേരും ആ കൂണിനടിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ നോക്കുമ്പോൾ അതാ അവരുടെ മുന്നിൽ ഒരു ചുണ്ടനലി. ആ ചുണ്ടനലി കുഞ്ഞനുറുമ്പിനോട് ചോദിച്ചു, കുഞ്ഞനലി എന്നെയും കൂടെ അതിനുള്ളിൽ കൂട്ടാമോ? കുഞ്ഞനലി എന്നെയും കൂടെ അതിനുള്ളിൽ കൂട്ടാമോ? പുറത്ത് വലിയ മഴയാ, എനിക്ക് വേറെ എവിടെയും പോകാൻ സ്ഥലമില്ല. അങ്ങനെ ചോദിച്ചു. അപ്പോ കുഞ്ഞനുറുമ്പ് പറയാ, നീ വന്നോളൂ, പക്ഷേ ഇവിടെ സ്ഥലം കുറവാണ്. അപ്പോൾ കുണ്ടലിനി പറയാ, അത് സാരമില്ല, നിങ്ങൾ കുറച്ച് നീങ്ങി തന്നാൽ മതി. അങ്ങനെ അവർ ചുണ്ടനലിക്ക് കൂടി സ്ഥലം ഉണ്ടാക്കി കൊടുത്തു. അവരങ്ങനെ മുകളിലേക്ക് മഴയും തോരുന്നത് നോക്കിയിരിക്കുമ്പോൾ അതാ ഒരു പാവം കുഞ്ഞിക്കുരുവി, അത് അതിന്റെ ചിറകുകളെല്ലാം നനഞ്ഞു കുതിർന്നിരുന്നു. അങ്ങനെ ആ കുഞ്ഞിക്കുരുവി കുഞ്ഞനുറുമ്പിനോട് ചോദിക്കുക, കുഞ്ഞനുറുമ്പേ എന്നെയും കൂടി കൂണിനടിയിൽ കൂട്ടാമോ? അപ്പോ കുഞ്ഞനുറുമ്പ് പറയാ, നീ വന്നോളൂ, പക്ഷെ ഇവിടെ സ്ഥലമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോ കുഞ്ഞിക്കുരുവി പറഞ്ഞു, കുറച്ച് സ്ഥലം മതി, എന്റെ ചിറകുകൾ ഉണക്കി ക്ഷീണം തീർത്ത് മഴ കഴിഞ്ഞാൽ ഞാൻ പോയിക്കോളാം. അങ്ങനെ കുഞ്ഞനുറുമ്പും കൂട്ടുകാരും ആ കുഞ്ഞിക്കുരുവിക്ക് കൂടി സ്ഥലം ഉണ്ടാക്കി കൊടുത്തു. അവരങ്ങനെ മഴ തോരുന്നതും കാത്തിരിക്കുകയായിരുന്നു. അതാ പെട്ടെന്ന് അവർ ഞെട്ടിപ്പോയി. ഒരു മുയൽക്കുട്ടൻ ചാടി വരുന്നു. ആ മുയൽക്കുട്ടനോട് കുഞ്ഞനുറുമ്പ് ചോദിച്ചു, എന്താ മുയൽക്കുട്ട, നിന്റെ പ്രശ്നം എന്താണ്? ആ മുയൽക്കുട്ടൻ പറയാ, അയ്യോ എന്റെ പുറകെ ഒരു കുറുക്കൻ വരുന്നു. അപ്പം
മുയൽക്കുട്ടന്റെ കാര്യത്തിൽ അവർക്ക് സഹതാപം തോന്നി. അപ്പൊ കുഞ്ഞനുറുമ്പ് പറഞ്ഞു, നമുക്ക് തിങ്ങിഞ്ഞെരിങ്ങി ഇരുന്ന് മുയൽക്കുട്ടനെ നമ്മുടെ പിറകെ ഒളിപ്പിച്ചാലോ. അങ്ങനെ മുയൽക്കുട്ടനെ ഒളിപ്പിക്കേണ്ട താമസം അതാ ആ കുറുക്കൻ ഓടി വന്നു. ആ കുറുക്കൻ ചോദിച്ചു, ഇവിടെ ഒരു മുയൽ വരുന്നത് നിങ്ങൾ കണ്ടോ? അപ്പോ കുഞ്ഞനുറുമ്പ് പറയാ, ഹേയ് ഞങ്ങൾ കണ്ടില്ല, ഇവിടേക്ക് മുയലൊന്നും ഓടി വന്നില്ലല്ലോ. അങ്ങനെ കുറുക്കൻ കൂണിന് ചുറ്റും മണപ്പിച്ചു നോക്കി. അവൻ ഇവിടെ എവിടെയോ ഒളിച്ചിരിക്കുന്നില്ലേ? ഇല്ലല്ലോ, ഇവിടെ ഞങ്ങൾക്ക് ഇരിക്കാൻ പോലും സ്ഥലമില്ലല്ലോ. പിന്നെ എങ്ങനെ അവനെയും കൂടി ഞങ്ങൾ ഇരിക്കുക? അങ്ങനെ കുറുക്കൻ വാലും ചുഴറ്റി ഒറ്റപ്പൊക്കെ പോയി. കുറുക്കൻ പോയതും അപ്പോഴേക്കും മഴ തോർന്നു. അങ്ങനെ അവർ പുറത്തിറങ്ങി. ഓ അത്ഭുതം! കുറച്ചു കഴിഞ്ഞാലേ ഉറുമ്പ് പറഞ്ഞു, ആദ്യം എനിക്ക് ഇരിക്കാൻ പോലും സ്ഥലം കഷ്ടിയായിരുന്നു, പിന്നെ എങ്ങനാ നമ്മൾ 5 പേരും ഇരുന്നത്? അതാരാ? അവർ കൂണിന് മുകളിലേക്ക് നോക്കി. അതാ ഒരു തവളച്ചേട്ടൻ. തവളച്ചേട്ടനായിരുന്നോ നേരത്തെ ഒച്ചയുണ്ടാക്കിയത്? ഓ, ഒരു കൂണോ? അധികം മുഴുമിപ്പിക്കാതെ തവളച്ചേട്ടൻ ചാടി ചാടിപ്പോയി. അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. ഉറുമ്പിന് പോലും കഷ്ടിയായിരുന്ന ആ കൂണിന്റെ അടിയിൽ അവർ 5 പേർ എങ്ങനെയാണ് ഇരുന്നതെന്ന്. നിങ്ങൾക്ക് മനസ്സിലായോ? ഒരുമയുണ്ടെങ്കിൽ നമുക്ക് എന്തും സാധിക്കും. നന്ദി.